നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ട്യൂഷൻ പൊളിക്കാനാണ് ഇയാളുടെ ഭാവം എന്നാര് പറഞ്ഞു? എനിക്ക് ആ വക ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ കുട്ടികളെ അനാവശ്യമായി ദ്രോഹിക്കുന്ന പരിപാടി ടീച്ചർ അവസാനിപ്പിക്കണം. എടോ, താൻ എന്നെ പഠിപ്പിക്കാനൊന്നും നിക്കണ്ട. അത് താൻ വന്ന് കയറിയ അന്ന് തന്നെ ഞാൻ തന്നോട് പറഞ്ഞതാ. എന്താ ഇയാളുടെ പ്രശ്നം? പറയടോ. എന്താ അവിടെ? എടാ, എന്തിനാ നീ ഒച്ച എടുത്തത്? ഇവളെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ഭ്രാന്ത് പിടിപ്പിക്കേ? എന്തിന്? എനിക്ക് ജോലിയായില്ലല്ലോ, അതിന്റെ കാരണം. അതെ, ജോലി കിട്ടാന്നൊക്കെ പറഞ്ഞ അതത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ഞാനും അഞ്ജിതയും കൂടി ഇവക്ക് ജോലി കിട്ടാൻ വേണ്ടി എത്ര പരിശ്രമിച്ചു, എന്നിട്ട് കിട്ടിയോ? പക്ഷെ ദേവികയ്ക്കും ഗോപികയ്ക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അതിന്റെ കുട്ടൻസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ പ്രത്യേകിച്ച് ഗുട്ടൻസ് ഒന്നുമില്ല. ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ടും പ്രയത്നം കൊണ്ടും ജോലി കിട്ടി. അതിന് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യാനൊന്നും വരണ്ട. ഞാൻ എന്ത് ദുർവ്യാഖ്യാനം ചെയ്തു? ഇതിന് പിന്നെ ദുർവ്യാഖ്യാനം നല്ലതേ. ഗോപോ, ഇവിടെ ഇപ്പൊ ഈ വക സംഭാഷണത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ വിദ്യാഭ്യാസത്തിനും കഴിവിനും അനുസരിച്ച് ജോലി ലഭിക്കും. അതിന്റെ പേരിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലക്സിന്റെ ആവശ്യമൊന്നുമില്ല. അനീഷേട്ടന് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടും. മഞ്ജേച്ചി, ചേച്ചി ഞാൻ അനീഷേട്ടനെ വിഷമിപ്പിക്കരുത് കേട്ടോ. നമ്മളൊരു പുതിയ അന്തരീക്ഷത്തില് പുതിയ വീട്ടിലൊക്കെ താമസിക്കാൻ എത്തിയതല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാം താളത്തിലാവാൻ സമയമെടുക്കും. ഇപ്പൊ എല്ലാരും കിടന്നുറങ്ങാൻ നോക്ക്. ഗോപു മോളെ വാ 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 മോളെ. അനീഷ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഒരു രാത്രി കൊണ്ട് ലോകം അസ്തമിക്കൊന്നുമില്ലല്ലോ. നീ വാ വാ. കൃഷ്ണ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് ശ്രദ്ധിച്ചോണം, പക്ഷേ അമ്മയെ ശ്രദ്ധിക്കണം. ഇനി ഇപ്പൊ ശ്രദ്ധിച്ചാലെന്ത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത്? വയസ്സ് 10-70 കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ ഏത് നിമിഷവും വിഷ്ണുപാദം പോകാം. അമ്മേ, അമ്മ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അമ്മയുടെ വയസ്സ് എന്തൊരു വയസ്സാ. ഇവിടെ 70-90 വയസ്സുള്ളവര് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഓ, എനിക്കങ്ങനെ ഉള്ള കാലം ജീവിച്ചിരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എന്റെ കണ്ണടയും മുമ്പ് എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ട്. അമ്മ പറ, എന്താ ആഗ്രഹം? അമ്മയുടെ ഏത് ആഗ്രഹവും ഞങ്ങൾക്ക് സാധിച്ചു തരാവുന്നതല്ലേ ഉള്ളൂ. എന്താ അമ്മയുടെ ആഗ്രഹങ്ങള്? എന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആഗ്രഹം സിദ്ധുവിന്റെ അസുഖം ഭേദമാവണമെന്നാ. പിന്നെ അവന്റെയും ഋഷിയുടെയും അഭിഷേകിന്റെയും വിവാഹം നടന്നു കാണണം. സിദ്ധുവിന്റെ അസുഖം ഭേദമായാലല്ലേ അവന്റെ വിവാഹത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതിന് എന്തായാലും സമയമെടുക്കും. അതിനു മുമ്പ് ഋഷിയുടെയും അഭിഷേകിന്റെയും വിവാഹത്തെ കുറിച്ച് ആലോചിക്കാം, അല്ലേ ഏട്ടാ? അതെ. അമ്മയുടെ ആഗ്രഹം സാധിക്കാ ഇപ്പൊ പ്രധാനം. അതുകൊണ്ട് ഋഷിയുടെ അഭിഷേകിന്റെ വിവാഹം ഉടനെ നടത്താൻ നോക്കുന്നതാണ് നല്ലത്. അല്ലേ ജാനകി? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഏതായാലും ഈ വീടിന്റെ മരുമകളായി ഒരു പെൺകുട്ടിയെങ്കിലും വലതുകാല് വെച്ച് ഈ പടി കയറുന്ന എനിക്ക് കാണണം. അതിനെന്താ, ഈ നിമിഷം മുതൽ ഋഷിക്കും അഭിഷേകനും പെൺകുട്ടികളെ അന്വേഷിച്ച് തുടങ്ങാം. അവന്മാർക്ക് പെൺകുട്ടികളെ കണ്ടെത്താനാണോ പ്രയാസം? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന പെൺകുട്ടികള് ഇവിടെ ക്യൂ നിൽക്കും ചേട്ടാ.
നമ്മുടെ MP രവികുമാറിനെ ഒരു മോളുണ്ട്. നല്ല സുന്ദരി കൊച്ചാ. സിനിമാ നടിമാര് തോറ്റു. പോരാത്തതിന് ഇട്ട് മൂടാനുള്ള സ്വത്തു. ആ കുട്ടിയാകുമ്പോ ഋഷിക്ക് നല്ല മാച്ചായിരിക്കും. Will you marry me? രാധിക ടീച്ചർ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും ദേവിക ടീച്ചറെ? ഇവിടുത്തെ മുക്കാഭാഗം കുട്ടികൾക്കും അവര് ഫീസ് വാങ്ങി വേറെ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുക. അതിനുവേണ്ടി അവര് മനഃപൂർവ്വം സ്കൂളിൽ വെച്ച് വൃത്തിക്ക് ക്ലാസ് എടുക്കില്ല. ഇനി അവരുടെ അടുത്ത് ട്യൂഷന് വിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ അവർ സ്കൂളിൽ വെച്ച് ശിക്ഷിക്കും. അതാ അവരുടെ പതിവ്. എന്റെ മോനെ അവരുടെ അടുത്ത് ട്യൂഷന് വിടാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് വെറുതെ രാധിക ടീച്ചറുടെ തല്ലു വാങ്ങി പിടിക്കുക. അവരകാരനായിട്ട് കുട്ടികളെ തല്ലുന്ന ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ആ ടീച്ചറെ കുറിച്ചുള്ള പരാതി മറ്റു പല ടീച്ചർമാരോടും പറഞ്ഞു മടുത്തു. പക്ഷെ അവരാരും അത് ചെവി കൊണ്ടില്ല. എല്ലാരും കൈ ഒഴിഞ്ഞു. ദേവിക ടീച്ചറെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. നോക്കാം, എനിക്ക് സാധിക്കുന്ന ഞാൻ ചെയ്യാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. രാധിക ടീച്ചറുടെ അന്യായങ്ങൾ അവസാനിപ്പിക്കണം ടീച്ചറെ. ശരി മാഡം ചെല്ല, ഞാൻ പറയാം. ടീച്ചറെ, എന്താടോ, എന്താ തന്റെ ഉദ്ദേശം? എന്റെ ട്യൂഷൻ പൊളിക്കാനാണോ ഇയാളുടെ ഭാവം? എന്നാര് പറഞ്ഞു? എനിക്ക് ആ വക ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ കുട്ടികളെ അനാവശ്യമായി ദ്രോഹിക്കുന്ന പരിപാടി ടീച്ചർ അവസാനിപ്പിക്കണം. എടോ, താൻ എന്നെ പഠിപ്പിക്കാനൊന്നും നിക്കണ്ട. അത് താൻ വന്ന് കയറിയ അന്ന് തന്നെ ഞാൻ തന്നോട് പറഞ്ഞതാ. എന്താ ഇയാളുടെ പ്രശ്നം? പറയടോ, എന്താ ഇവിടെ? എന്റെ പ്രൈവറ്റ് ട്യൂഷന്റെ കാര്യം ഇവളിനി ജാനകി മേടത്തോടങ്ങാനും പറഞ്ഞു കൊടുക്കോ? എന്താ ദേവിക ഇഷ്യൂ? ചില ടീച്ചർമാര് ഇവിടെ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞങ്ങളത് സംസാരിക്കായിരുന്നു. കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ദേവികെ? പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് സ്കൂളിൽ കുട്ടികൾക്ക് ഭംഗിയായി ക്ലാസ് എടുക്കുന്നില്ല. ദേവിക വരൂ. എന്തോ ഭാഗ്യത്തിന് തൽക്കാലം രക്ഷപ്പെട്ടു. ജാനകി മേഡവും ദേവിക ടീച്ചറും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് തോന്നുന്നല്ലോ. ദേവിക ഇരിക്കും. താങ്ക് യു മാം. പറയൂ, ഇവിടെ ആരാ പ്രൈവറ്റ് ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? സോറി മാഡം, ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞ് ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ കുട്ടികൾക്കുണ്ടാവുന്ന പ്രയാസം നമ്മൾ എങ്ങനെയാ പരിഹരിക്കുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.